നമ്മളുടെ PSUസിൽ ഇപ്പം ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതായത് ഗേറ്റ് സ്കോർ അല്ലാതെ തന്നെ സെപ്പറേറ്റ് എക്സാം വഴി. അപ്പൊ അതിന്റെയൊക്കെ കുറെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യുക. അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ PSUസിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ സിലബസ് പാറ്റേൺ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ടെക്നിക്കൽ മാത്രമായിരിക്കും ചില PSUസിന് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചില കേസിൽ എന്താ ടെക്നിക്കൽ പ്ലസ് നോൺ ടെക്നിക്കൽ, അതായത് റീസണിങ് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിലുള്ള എക്സാം പാറ്റേൺ ആണ് എല്ലാത്തിലും ഓൾമോസ്റ്റ്. അതിലൊക്കെ എന്താ ടെക്നിക്കൽ നിങ്ങൾക്ക് അവിടെ സെയിം ആയിട്ട് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ. നോൺ ടെക്നിക്കൽ മാത്രമാണ് എക്സ്ട്രാ വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്തെയ്യൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എല്ലാ നിങ്ങളെ കൊണ്ടാവുന്ന നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്താ നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. കാരണം വെച്ചാൽ ടെക്നിക്കൽ എല്ലാത്തിനും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾ ഈ കേരള ബേസിക് ആണ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ VML, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. മുന്നേ അതൊരു എന്താ പറയണ്ടേ കോൺട്രാക്ട് ബേസ് ആയിട്ടുള്ള ഒരു പാലക്കാട്ടേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ പെർമനന്റ് പോസ്റ്റ് തന്നെയാണ്. അപ്പൊ മെക്കാനിക്കൽ ട്രെയിനിങ് ഇലക്ട്രിക്കൽ ആണ് പോസ്റ്റിന്റെ പേര്. ഗ്രേഡ് 2 ആണ്. 29 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഫുൾ ടൈം ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. അപ്പൊ ഇതിലിപ്പോ വേക്കൻസി വന്നിട്ട് 10 വേക്കൻസി ആണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത്. അൺറിസർവ്ഡ് 6, SC 1, OBC NCL 2, EWS 1. അപ്പൊ അങ്ങനെ മൊത്തം 10 വേക്കൻസീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ 60% എന്താ മാർക്ക് വേണം. അത് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. പിന്നെ SC ST കാൻഡിഡേറ്റ്സിന് 5% റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ നിങ്ങളെ ഏറ്റവും ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഒരു വർഷം ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് 40,000 ആയിരിക്കും നിങ്ങളുടെ സ്കെയിൽ ഓഫ് പേ വരുന്ന സ്റ്റാർട്ടിംഗ് ബേസിക് പേ വരുന്നുണ്ടാവുക. അതിനുശേഷം എന്താ നിങ്ങളെ പ്രൊബേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മാനേജ്മെന്റ് ട്രെയിൻ അല്ലെങ്കിൽ ഓഫീസർ ഗ്രേഡ് 2 എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. 40,000 ടു 1,40,000 പേ സ്കെയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ DA കാര്യങ്ങളൊക്കെ 13.78%. പിന്നെ കറസ്പോണ്ടിങ് അക്കോമഡേഷൻ, HR കാര്യങ്ങൾ, PF, ഗ്രാറ്റുവിറ്റി, എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. പിന്നെ അവിടെ ഒരു ബോണ്ട് പറയുന്നുണ്ട്. 4 വർഷത്തേക്ക് 2 ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ ഒബിയസ്ലി അവിടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്ലസ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ് എബിലിറ്റി എന്ന രീതിയിലാണ് പറയുന്നത്. 2 മണിക്കൂറുള്ള ഒരു എക്സാം ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് സെപ്റ്റംബർ 12-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ BMLindia.com.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ സെപ്റ്റംബർ 12-ാം തീയതി വൈകുന്നേരം 6 മണി വരെ എന്താ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് അവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യാണ്ട് പറ്റുന്നവരൊക്കെ എന്താ അപ്ലൈ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സും വീഡിയോസും ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. താങ്ക് യു.